ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. എന്നാൽ ഫൈവർ പോലുള്ള വെബ്സൈറ്റുകളിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട വിധത്തിലുള്ള മെസ്സേജുകളോ ഓർഡറോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. പലരും നേരിടുന്നൊരു പ്രശ്നമാണിത്. നമ്മുടെ ചാനലിൽ അധികം വന്നിരിക്കുന്നൊരു കമൻറ്റും ഇത് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഫൈവർ പ്രൊഫൈലൊന്ന് സക്സസ് ആക്കി എടുക്കാനുള്ള ടിപ്പുകൾ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഫൈവറിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് പുറകിൽ റൺ ആവുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ നമ്മുടെ ചാനലിനകത്ത് തുടരുന്നുണ്ടായിരിക്കും. ഇവിടെ ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തേക്ക് നിങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ കറൻറ്റ്ലി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 2023 എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾമോസ്റ്റ് 2010-ലും 2011-ലും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സെയിം കാറ്റഗറി അല്ലെങ്കിൽ ജോബ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ലോഗോ ഡിസൈനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ കറൻറ്റ്ലി ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, കോറൽഡർ പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫ്രീലാൻസ് ലെവലിലേക്ക് വന്നിട്ട് ഫൈവറിനകത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാണ്. സോ അപ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതേ കാറ്റഗറിയിൽ ഇതേ ജോബ് ഇവിടെ ചെയ്തു കൊടുക്കുന്ന മറ്റ് സെല്ലേഴ്സും ഓൾറെഡി ഇവിടെയുണ്ട്. മറ്റ് സെല്ലേഴ്സും കറൻറ്റ്ലി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ബീറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്കൊപ്പം എത്തുന്ന രീതിയിലോ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് റിസർച്ച് പുറകിൽ ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. പലരും യൂട്യൂബിനകത്തൊരു വീഡിയോ ഒക്കെ കണ്ടിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്ന് പറയുന്ന ഒരു കാര്യം, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്ന് പറയുമ്പോൾ remove.bgയിൽ പോയിട്ട് പെട്ടെന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബിലാണെന്നല്ലോ എന്നൊക്കെ കരുതിയിട്ട് നേരെ ഫൈവറിൽ വന്ന് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറേ ഗിഗും ക്രിയേറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ ഓർഡേഴ്സിന് വേണ്ടിയിട്ട്. പക്ഷേ അറിയാം, നമുക്ക് ഫൈവറിൽ സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഒരു ഓർഡർ നമുക്ക് ഫസ്റ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഈ കാത്തിരിപ്പ് അധികം നമുക്ക് മീൻസ് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാൻ വയ്യ. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം, പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ പാഷൻ വിട്ടുകൊണ്ട്, എന്താണോ നമ്മുടെ പാഷൻ, കറൻ്റ്ലി നമ്മൾ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ കറൻ്റ്ലി നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ ഒരു ജോബ് കാറ്റഗറി എന്താണോ അതിൽ നിന്നും മാറിയിട്ട് ഓൺ ടൈം ട്രെൻഡിങ് ടോപ്പിക് ആ ടോപ്പിക്കിലൂടെ വരുന്ന ജോലികൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത്തരം ജോലികൾ പഠിച്ചെടുത്ത് നിങ്ങൾ ചെയ്യാൻ ഫൈവറിൽ വർക്ക് ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് വന്നു തുടങ്ങും. അതെങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫൈവറിൽ എന്ന് മാത്രമല്ല, നമുക്ക് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടൈമിലും ഓരോ ടോപ്പിക്ക് ട്രെൻഡിങ് ആയിട്ട് വരാറുണ്ട്. ഓരോ സമയത്തിന് അല്ലെങ്കിൽ ഓരോ ഇയറോ അല്ലെങ്കിൽ ഓരോ മന്ത് എടുത്തു കഴിഞ്ഞാൽ ആ മന്തിൽ ടോപ്പ് ട്രെൻഡായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടായിരിക്കും. സോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് എന്തെങ്കിലും ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു മാസത്തിനകത്ത് തന്നെ നമുക്ക് വേണ്ട കുറച്ച് ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ പാഷൻ്റെ പുറകെ പോകേണ്ട എന്നല്ലട്ടോ പറയണത്. ഏറ്റവും നല്ലത് പാഷൻ വെച്ച് പോവുകയാണ്. കാരണം നമുക്ക് വളരെ പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു ജോലി നമ്മളിവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നന്നായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മുടെ പാഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൂടി നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ആ പോർട്ട്ഫോളിയോ സ്ട്രോങ് ആവുന്ന സമയത്ത് നമ്മുടെ എമൗണ്ട്, നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ഈ ഒരു പ്രൈസ് നമുക്ക് കൂടുതൽ വാങ്ങാൻ പറ്റും. നമ്മുടെ സർവീസ് ചാർജ് നമുക്ക് കൂട്ടി വാങ്ങാൻ സാധിക്കും ഫൈവറിനകത്ത്. പലപ്പോഴും ചിലർക്കെങ്കിലും ഒരു ധാരണയാണ് ഫൈവർ എന്ന് പറയുമ്പോൾ ആ 5 ആദ്യം കണ്ടിട്ട് വെറും $5 ഒരു വർക്കാണോ അല്ലെങ്കിൽ $5 മാത്രം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണോ ഫൈവർ എന്നുള്ളത്. പക്ഷേ ഇതിൽ ഓരോ ആളുകളുടെയും ഗിഗൊക്കെ എടുത്ത് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ ആളുകളും ഇത് ഏൺ ചെയ്തിരിക്കുന്നത് ലക്ഷങ്ങളും ചില ആളുകൾ കോടികളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ പാഷനേറ്റീവ് ആയിട്ടുള്ള വർക്കിൻ്റെ പുറമെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് കൂടി ഫോക്കസ് ചെയ്തിട്ട് അത് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ തുടങ്ങുന്ന പുതിയൊരു അക്കൗണ്ടിന് പെട്ടെന്ന് ഓർഡേഴ്സ് ലഭിക്കുന്നതാണ്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്കത് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക്കുകൾ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ട്രെൻഡിങ്ങായി കറണ്ട് നിൽക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സ്. ഗൂഗിൾ trends.google.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇത് ബ്ലോഗേഴ്സും അഫിലിയേറ്റ് മാർക്കറ്റേഴ്സൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഈ ഗൂഗിൾ ട്രെൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം. ഇത് ഫ്രീലാൻസേഴ്സും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു മെത്തേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. ഫ്രീലാൻസേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്കിവിടെ ഗൂഗിൾ ട്രെൻഡിൽ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ എന്ന് പറയാം. അതായത് ഇവിടെ ഒരു ടോപ്പിക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോപ്പിക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് അനാലിറ്റിക്സ് ഇവിടെ ലഭിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഡിസൈനർ എന്നുള്ള സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഡിസൈനർ എന്ന് പറയുന്ന ആ ഒരു സെർച്ച് ടേം സെർച്ച് ചെയ്തിരിക്കുന്ന വോളിയമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. എത്ര ആൾക്കാർ ആ ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്.
ഇവിടുന്ന് ഞാനിതിൻ്റെ കൺട്രി അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. അതായത് ഇവിടെ ഇന്ത്യ എന്നുള്ളതായിരിക്കും ബേസിക് നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് വരിക. അത് ഞാൻ വേൾഡ് വൈഡ് ആക്കുന്നു. ദെൻ പാസ്റ്റ് ഡേ, ഇവിടെ നമുക്ക് ടൈമാണ് ചോദിക്കുന്നത്, എത്ര സമയത്തിനുള്ളിലുള്ളൊരു ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു പാസ്റ്റ് 12 മന്താണ് കൊടുക്കുന്നത്. അതായത് 1 ഇയറിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ഡാറ്റ അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കറൻറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു അനാലിറ്റിക്സ് കറക്റ്റ് നമുക്ക് റിസർച്ച് ചെയ്തെടുക്കാൻ സാധിക്കില്ല. സോ നമുക്കത് അനാലിറ്റിക്സ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രാഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഫോട്ടോഷോപ്പ് ഡിസൈനർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി കിട്ടിയിരിക്കുന്ന ഒരു സെർച്ച് വോളിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്, ഈ ഒരു ബ്ലൂ ലൈന് കാണുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 1-2 വർഷം മുൻപൊക്കെ ആയിട്ട് വളരെ ട്രെൻഡിങ് ആയി നിന്നിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു ക്രിപ്റ്റോ കറൻസി. പലർക്കും അറിയുന്നുണ്ടായിരിക്കും ക്രിപ്റ്റോ. അപ്പോൾ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു ടേം ക്രിപ്റ്റോ കറൻസി, ഓക്കെ, ക്രിപ്റ്റോ കറൻസിയുടെ സെർച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഗ്രാഫ് എങ്ങനെയാണ് പോയതെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഫോട്ടോഷോപ്പ് ഡിസൈനറേക്കാൾ കൂടുതലായിട്ട് ആളുകൾ സെർച്ച് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്തായിരുന്നു? ക്രിപ്റ്റോ കറൻസി തന്നെ ആയിരുന്നു. ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ഇയർ മാറ്റിയിട്ട് 12 മാസത്തിൻ്റെ മാറ്റിയിട്ട് ഓൾമോസ്റ്റ് ഞാനൊരു പാസ്റ്റ് 5 ഇയേഴ്സ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് കാണാം 2020 കഴിഞ്ഞ്, അതായത് 21 സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് ക്രിപ്റ്റോ കറൻസി നന്നായിട്ട് അങ്ങ് ബൂം ചെയ്തു. കണ്ടല്ലോ, ഈ ഒരു ടൈമിലൊക്കെ 2021 ആ ഒരു വർഷം മുഴുവൻ അത്ര നല്ല രീതിയിൽ സെർച്ച് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു അത്. പക്ഷേ പിന്നീട് 2022 ഒരു ഡിസംബറൊക്കെ ആയപ്പോഴേക്കും 2022 ഡിസംബറൊക്കെ ആയപ്പോഴേക്കും ആ ഒരു ഗ്രാഫ് താഴേക്ക് വന്നു. നിങ്ങൾക്കത് കാണുന്നുണ്ടായിരിക്കും. അത് ഈ റെഡ് ലൈൻ അതാണ് കേട്ടോ. താഴെ കാണുന്ന ബ്ലൂ ലൈൻ എന്താണ്? നമ്മുടെ ഫോട്ടോഷോപ്പ് ഡിസൈനർ എന്നുള്ള നമ്മൾ സെർച്ച് ചെയ്താണ്. അത് കറൻറ്റ്ലി വലിയൊരു മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒരൊറ്റ ലൈനിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ക്രിപ്റ്റോൻ്റെ അടുത്ത് അല്ലെങ്കിൽ ക്രിപ്റ്റോ സെർച്ച് ചെയ്ത് അത്രയൊന്നും ആളുകൾ ചെയ്തിട്ടില്ല. ഫോട്ടോഷോപ്പ് ഡിസൈനിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യാൻ നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഫോട്ടോഷോപ്പ് ഡിസൈനർ എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഫോട്ടോഷോപ്പ് ഡിസൈൻ ആവശ്യമുള്ള ആ ഒരു പർട്ടിക്കുലർ ആളുകൾ മാത്രമായിരിക്കും ആ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് കുറച്ച് സമയത്തിന് കുറച്ച് മേ ബി 1 or 2 ഇയറൊക്കെ വളരെ ബൂമിംഗ് ആയിട്ട് ഇൻ്റർനെറ്റിനകത്ത് നിന്നിരുന്നതാണ്. ഇപ്പോഴും അത് വളരെയധികം ഡൗൺ ആയിട്ടില്ല. പക്ഷേ ഒരു ഗ്രാഫ് അനലിറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി കഴിഞ്ഞ 2021 കുറഞ്ഞിട്ടാണ് ഗ്രാഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് 2021 ഈ ഒരു സമയത്ത് ക്രിപ്റ്റോ കറൻസി ഇത്രയും ബൂമായി നിന്നിരുന്നൊരു ടൈമുണ്ടല്ലോ, ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രീലാൻസ് ജോലികൾ ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നല്ല രീതിയിൽ ഓർഡേഴ്സ് നമുക്ക് വരുമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കറൻറ്റ്ലി ഗ്രാഫ് ഉണ്ട് കേട്ടോ. ഗ്രാഫ് അങ്ങനെ പറ്റ ഡൗൺ ആയി പോയിട്ടൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് മാത്രം. ആദ്യത്തെ ആ ഒരു ഗ്രാഫ് ഇപ്പോൾ കറൻറ്റ്ലി ഇല്ല. പക്ഷേ കറൻറ്റ്ലി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇപ്പോൾ ഉള്ള ഒരു 2022, 2023 ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തായാലും ആദ്യം ചെയ്തിരുന്ന അത്രയൊരു റീച്ച് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല. നമുക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് ഫൈവറിൻ്റെ അഡ്വാൻസ് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള 2020 അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളോട് ഞാനത് സജസ്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്. ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബാനർ ഡിസൈനിങ്, വെബ്സൈറ്റ് ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നന്നായിട്ട് ഓർഡേഴ്സ് കിട്ടുമെന്നുള്ളത്. ആ കുട്ടികൾക്ക് ആ ടൈമിൽ ഓർഡേഴ്സ് കിട്ടിയിരുന്ന ആളുകൾ ഇപ്പോൾ അവർക്ക് ഓർഡേഴ്സ് കുറവാണ്. അവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. കാരണം അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി വന്നു, ആ ഒരു ട്രെൻഡ് ചേഞ്ചായി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്ക് ആദ്യം കിട്ടിയിരുന്ന അത്ര ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലയിൻറ്റ്. കറൻറ്റ്ലി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. കാരണം ക്രിപ്റ്റോ കറൻസി ഇപ്പോഴും നല്ല രീതിയിൽ സെർച്ച് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേൾഡ് വൈഡ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്ത സമയത്ത് വന്നിരിക്കുന്ന ആ ഒരു ഗ്രാഫ് കണ്ടു. സോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും, ഇപ്പോൾ കറൻറ്റ്ലി എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒരു ഏണിങ് പെട്ടെന്ന് വേണം. ഫൈവറിനകത്ത് കണ്ടു ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളോട് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫൈവറിനകത്ത് എന്നുണ്ടെങ്കിൽ ഏത് ജോലി ആയിരിക്കണം ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേം കൂടി ഞാനിന്നിവിടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഡിസൈനറും ക്രിപ്റ്റോ കറൻസിയും തമ്മിൽ സെർച്ച് ചെയ്ത സമയത്ത് ആ ഒരു ഗ്രാഫിൻ്റെ ഡിഫറൻസ് നിങ്ങൾ കണ്ടല്ലോ. താഴെ ബ്ലൂ ആണ് നമ്മുടെ ഫോട്ടോഷോപ്പ്, മുകളിൽ കാണുന്നതാണ് ക്രിപ്റ്റോ കറൻസി. ദെൻ ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് ഇവിടെ ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു സെർച്ച് ടേം ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ചാറ്റ് GPT. നിങ്ങൾക്കറിയാം ചാറ്റ് GPT എന്ന് പറയുന്നതാണ് ഒരു AI ചാറ്റ് ബോട്ടാണ്. ഞാനിവിടെ സെർച്ച് ചെയ്യും ചാറ്റ് GPT എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്. സോ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ ആ ഗ്രാഫ് നിങ്ങൾ കണ്ടല്ലോ. ചാറ്റ് GPT വന്നത് എന്തായിരുന്നു 2022 നവംബറിൽ അല്ലേ, 2022 നവംബറിലാണ് ചാറ്റ് GPT വരുന്നത്. ദെൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഇത്രയും മാസങ്ങളിൽ അതിൻ്റെ ആ ഒരു ഗ്രാഫ് പോയത് കണ്ടല്ലോ. ഇപ്പോഴും കറൻറ്റ്ലി അന്ന് ക്രിപ്റ്റോ ഏറ്റവും ടോപ്പ് ഗ്രാഫ് എവിടെ നിന്നിരുന്നോ അത് ഏറ്റവും കൂടുതൽ സെർച്ച് എന്നാണോ വന്നത് അതിനേക്കാൾ സെർച്ചിലാണ് ഇപ്പോഴും ചാറ്റ് GPT നിൽക്കുന്നത്. ഓക്കെ, ക്രിപ്റ്റോ അല്ല, സോറി, ചാറ്റ് GPT നിൽക്കുന്നത്. ചാറ്റ് GPT അതിൻ്റെ മുകളിൽ പോയി കണ്ടല്ലോ. ഇവിടെ ഈ ഒരു ടോപ്പിലേക്ക് മീൻസ് ക്രിപ്റ്റോ വേൾഡ് വൈഡ് ആളുകൾ സെർച്ച് ചെയ്ത കൗണ്ടിനേക്കാൾ കൂടുതൽ ചാറ്റ് GPT സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഈ
ഇപ്പോൾ 2023 ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളൊരു ഫൈവർ അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയുടെ ആ ഒരു ടേം നിങ്ങളെടുത്ത് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീലാൻസ് ജോലികൾ, ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്ന ഫ്രീലാൻസ് ജോലികൾ, ഇത് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ഏതൊക്കെയാണെന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്ത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഫൈവറിനകത്ത് നിന്ന് നല്ലൊരു ഏണിംഗ് നിങ്ങൾ കണ്ടെത്തും. ഫൈവർ എന്ന് പറയുന്ന ഒരൊറ്റ വെബ്സൈറ്റിനകത്ത് നിന്ന്, ഫ്രീലാൻസ് വെബ്സൈറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിംഗ് കണ്ടെത്താൻ പറ്റും. മാത്രവുമല്ല മറ്റ് വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അപ്വർക്കിലും പോയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റോടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, ചാറ്റ് ജി പി ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ ഒരു ജോലിയുടെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ജോബ് ഞാൻ ചെയ്ത് തരാം, അങ്ങനെയുള്ള ജോലികൾ നിങ്ങൾക്ക് മീൻസ് ആ ഒരു കാര്യം പഠിച്ചെടുത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്വർക്കിനകത്തുനിന്നും ഫൈവറിനകത്തുനിന്നും ഒക്കെ നല്ല രീതിയിലുള്ള ഏണിംഗ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ക്രിപ്റ്റോ കറൻസി മിസ്സായത് പോട്ടെ, പക്ഷേ ഇപ്പോൾ കറൻലി നമുക്ക് ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഈ AI ടൂള് നിങ്ങളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് വീഡിയോകൾ യൂട്യൂബിനകത്തുണ്ട് ചാറ്റ് ജി പി ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകൾ. നമ്മുടെ ചാനലിനകത്ത് 1-2 വീഡിയോകൾ ചാറ്റ് ജി പി ടി കിടക്കുന്നുണ്ട്, കുറച്ച് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ, അതിൻ്റെ കുറച്ച് ജോലികളൊക്കെ നമുക്ക് പറയുന്നുണ്ട്, ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളിത് ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ടുള്ള വർക്കുകൾ ചെയ്തോളൂ, വേണ്ടെന്നല്ല പറയുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാഷനേറ്റായിട്ടുള്ള വർക്കുകൾ, നിങ്ങളൊരു ഡിസൈനറോ ഡിജിറ്റൽ മാർക്കറ്ററോ അല്ലെങ്കിൽ കോഡിങ്ങോ വെബ് ഡെവലപ്മെൻറ്റോ ഏതൊരു ടേം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളൂ, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു ടേം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ ഒരു പ്രൊഫൈൽ സക്സസ് ആക്കി എടുക്കാനുള്ള ചാൻസ് നമുക്ക് വളരെ കൂടുതലാണ്. ട്രെൻഡിങ് ടോപ്പിക്, അതും ഏറ്റവും നല്ല സെർച്ച് വരുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യം ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെർച്ച് ഇത്രയും കൂടുതൽ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നൊരു കാര്യം അതാണ്. ചാറ്റ് ജി പി ടി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മീൻസ് ആ ഒരു ടേം അല്ലെങ്കിൽ എന്താണ് അതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനും അത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഫൈവറിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കും. ഈ ഒരു സെക്ഷൻ ശരിക്കും നമ്മൾ പഠിക്കുന്നത് ഫൈവറിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് മേ ബി ഈ വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഫ്രീലാൻസിങ്ങിന് വേണ്ടി മാത്രമല്ല നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത്, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനും ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങിനും ബ്ലോഗിങ്ങിനും ഒക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ ചെയ്യുമ്പോൾ അത് ഓരോന്നിലും നമുക്ക് നന്നായിട്ട് സക്സസ് ആകാൻ പറ്റും. അത് ഈവൻ ബ്ലോഗിംഗ് ആണെങ്കിലും ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് വരുന്നതാണ് നമ്മുടെ ഫേസ്ലെസ് യൂട്യൂബ് ചാനലുകളുടെ കേസുകളൊക്കെ. നമുക്ക് അവിടെ പ്രീമിയം മെമ്പർഷിപ്പിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടേമിനൊക്കെ നമുക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ട്രെൻഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഓക്കെ, സോ അപ്പോൾ ഇത്രയധികം ടൂളുകൾ, ഇപ്പോൾ ക്രിപ്റ്റോൻ്റെ റെഡും അതേപോലെ ചാറ്റ് ജി പി ടിയുടെ യെല്ലോ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എത്രത്തോളമാണ് അതിൻ്റെ സെർച്ച് കൗണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ഒരു 12 മാസത്തിലേക്ക്, ഞാനിവിടെ പാസ്റ്റ് 5 ഇയർ എന്ന് മാറ്റിയിട്ട് വെറും 12 മാസം 1 ഇയറിനകത്ത് വന്നിട്ടുള്ള ആ ഗ്രാഫ് നമ്മൾ അത് മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, ഇത്രയധികം സെർച്ച്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഈ ഒരു ക്രിപ്റ്റോനേക്കാൾ എത്രയോ മടങ്ങാണ് ചാറ്റ് ജി പി ടി ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ ഈസി ആയിട്ട്, മീൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഫൈവറിനകത്ത് നിന്ന് നല്ലൊരു ഏണിംഗ് കണ്ടെത്താനും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പെട്ടെന്ന് സക്സസ് ആക്കി എടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബുകൾ 1-2 ഇതിന് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ചാറ്റ് ജി പി ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബുകൾ കറൻലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ള ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കറൻലി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ചാറ്റ് ജി പി ടി മലയാളം ജോബ്സോ മറ്റോ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു സീരീസ് നമുക്ക് അതുകൂടി ആഡ് ചെയ്ത് തരേണ്ടത്. അപ്പോൾ കറൻലി ഇത് ശരിക്കും ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്. കറൻലി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫൈവറിനകത്ത് ഫെയിലായി പോകുന്നു, ഫൈവർ അല്ലെങ്കിൽ അപ്വർക്ക് പോലുള്ള വെബ്സൈറ്റുകൾക്കകത്ത് നമ്മൾ ഫെയിലായി പോകുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ചില ആളുകൾക്ക് ഓർഡർ കിട്ടിയിട്ട് ഫെയിലായി പോകുന്ന ആളുകളുണ്ട് കേട്ടോ. ഓർഡേഴ്സ് കിട്ടിയിട്ട് ഫെയിലായി പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയതിന് ശേഷം പിന്നെ അവരൊന്ന് ഉറപ്പുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് പലപ്പോഴും ഈ ഫൈവർ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളെന്ന് മനസ്സിലാക്കാൻ പറ്റിയുള്ളൂ, കാണാൻ പറ്റിയുള്ള ഒരു കാര്യമാണ്. അതായത് അവർ ഫസ്റ്റ് കുറച്ച് ഓർഡേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഡെലിവറി ചെയ്യും, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വർക്ക് ചെയ്യും. പക്ഷേ പിന്നീട് അവർക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടായിരിക്കും. എയിം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഏണിങ്ങൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ഉറപ്പലാണ്, പിന്നീട് ഒരു മടിയാണ്. അതായത് കറക്റ്റ് ടൈമിന് അവർ റിപ്ലൈ കൊടുക്കില്ല. രണ്ടാമത് ആദ്യം കൊടുത്തിരുന്ന അത്രയും നല്ല ക്വാളിറ്റിയിൽ വർക്കുകൾ ഡെലിവറി ചെയ്യുന്നില്ല. കാരണം എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ റിവ്യൂ കിട്ടും അല്ലെങ്കിൽ എമൗണ്ട് കിട്ടും എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ അത് ഓരോ ക്ലയൻറ്റും ഓരോ വിധമാണ്. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് തന്നെ ആയിക്കോണമെന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി അക്കൗണ്ട് മീൻസ് ഓർഡേഴ്സ് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഡൗൺ ആയി പോകുന്നതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്.
ഓക്കെ. അപ്പോൾ ഇനിയും നിങ്ങൾ ഫൈവറിനകത്തുനിന്ന് ഒരു ഏണിങ് കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ ഒരു 3 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഫൈവർ വീഡിയോകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കറൻറ്റ്ലി ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടോപ്പിക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് ലേൺ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവറിനകത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു സക്സസ് പ്രതീക്ഷിക്കാൻ പറ്റും. ഫൈവറിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ആളുകളും ഇപ്പോഴും നമുക്ക് ഓരോ ടേമുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് AI വന്നു കഴിഞ്ഞാൽ, AI സർവീസിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊരുപാട് ചാറ്റ് GPT അപ്ലിക്കേഷൻസ് കണ്ടല്ലോ, ചാറ്റ് GPT അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് ചാറ്റ് GPT റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിവിടെ ചെയ്ത് കൊടുക്കാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് നമ്മൾ ആ ഗൂഗിൾ ട്രെൻഡിൽ കണ്ടത്. ആളുകൾ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിൽ വന്നിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആവും. ആസ് എ ഫ്രീലാൻസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈലിനെ ആ ഒരു രീതിക്കും സക്സസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് GPT റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബുകൾ കൂടുതൽ അറിയണം, അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഒരു സ്കില്ലുണ്ടായിട്ട് നിങ്ങൾക്ക് കറൻറ്റ്ലി ഫൈവറിനകത്ത് സക്സസ് ആകാൻ പറ്റിയിട്ടില്ല, ഫ്രീലാൻസിങ് മേഖലയിൽ നിന്ന് ഒരു ഏണിംഗ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ ഇന്നർ സീക്രട്ടുകളും അൽഗോരിതമൊക്കെ മനസ്സിലായിക്കൊണ്ട് ഗിഗും പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി നമ്മുടെ ഫൈവർ അഡ്വാൻസ്ഡ് മാസ്റ്റർ ക്ലാസ് നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ആവുന്നതാണ്. ഡീറ്റെയിൽസ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.